ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫ്ലാഗ് രജിസ്റ്റർ ഇൻ 8085 മൈക്രോ പ്രൊസസ്സറാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മൈക്രോ പ്രൊസസ്സറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റാണ് ഈ രജിസ്റ്ററിലുള്ളത്. പക്ഷേ ഇതിൽ 5 ബിറ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 3 ബിറ്റ് ഫ്യൂച്ചർ ഇതിന് വേണ്ടിയിട്ടാണ് അത് ബാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 5 ഫ്ലാഗുകൾ ഏതൊക്കെയെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. സൈൻ ഫ്ലാഗ്, സീറോ ഫ്ലാഗ്, ആക്സിലറി ക്യാരി ഫ്ലാഗ്, പാരിറ്റി ക്യാരി ഫ്ലാഗ്. ഇത്രയും ആണ് രജിസ്റ്ററുള്ളത്. അതിൽ ഫസ്റ്റ് നോക്കുക, സൈൻ ഫ്ലാഗ്. സൈൻ ഫ്ലാഗാണ് എസ് പറയുന്നത്. ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് MSB മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് B7 1 ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് സൈൻ ഫ്ലാഗ് 1 എന്നാണ്. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്പർ ഈസ് നെഗറ്റീവ് നമ്പർ, ദാറ്റ് മീൻസ് S is equal to 1 എന്നർത്ഥം. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണെങ്കിൽ സൈൻ ഫ്ലാഗ് 1 ആണ്, S 1 ആണ്, ദാറ്റ് മീൻസ് നമ്പർ ഈസ് നെഗറ്റീവ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇനി അതല്ല, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 0 ആണ് അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതായത് S ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്പർ പോസിറ്റീവ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് സീറോ ഫ്ലാഗ് Z. ഇഫ് ദ റിസൾട്ട് ഈസ് 00H then Z is equal to 1, that means all bits are 0. അപ്പോൾ ഇത് റിസൾട്ട് എന്ത് ചെയ്യുക, എല്ലാ ബിറ്റും 0 ആണെങ്കിൽ എല്ലാ ബിറ്റും 0 ആണെങ്കിൽ എന്താണ്, അത് Z is equal to 1 ആയിരിക്കും. ദാറ്റ് മീൻസ് എല്ലാ വാല്യൂസും 0 ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് നോക്കിയേ, നമ്മളിവിടെ താഴെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, കണ്ടോ, ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം 0 വരുന്നത്, അപ്പോൾ Z 1 ആണ്. ഓക്കെ, അത് നമുക്ക് അവിടെ എക്സാമ്പിളിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യും, 0 ആയിരിക്കും എന്ത് ചെയ്യുക, അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഡീഫോൾട്ടായിട്ട് അതിൽ 0 ആണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? അടുത്തതായി ആക്സിലറി ക്യാരി ഫ്ലാഗ്. ആക്സിലറി ക്യാരി ഫ്ലാഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, B3യിൽ 1 വരികയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, B4ലേക്ക് എന്ത് ചെയ്യും, അത് പാസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, AC ഈക്വൽ ടു 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഡീഫോൾട്ടായിട്ട് S എന്തുണ്ടാവും, 0 ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്യാരിയാണ്. ഇപ്പോൾ റിമൈൻഡർ ക്യാരി ഉണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ B3യിൽ എന്താണ് 1 ആണ് വരുന്നതെങ്കിൽ അത് നേരെ B4ലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ എന്തുണ്ടാവും, AC എന്തുണ്ടാവും, AC പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറി ക്യാരി ഫ്ലാഗ് എന്താവും, 1 ആയിട്ട് സെറ്റ് ചെയ്യും. ഡീഫോൾട്ടായിട്ട് 0 ആയിരിക്കും ഉണ്ടാവുക. അടുത്തതായിട്ട് പാരിറ്റി ഫ്ലാഗ്. ഈവൻ നമ്പർ, അതായത് നമ്മളെ ബൈനറി നമ്പറിൽ വൺസിൻ്റെ കൗണ്ടാണ് ഇവിടെ നോക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ബൈനറി നമ്പറിൽ വൺസിൻ്റെ കൗണ്ട് ഈവൻ ആണെങ്കിൽ, ഈവൻ നമ്പറാണ് 1ൻ്റെ കൗണ്ടെങ്കിൽ P is equal to എന്താവും, 1 ആയിരിക്കും സെറ്റ് ചെയ്യുക. ഇനി അതല്ല, അതായത് വൺസിൻ്റെ കൗണ്ട് ഓഡ് നമ്പർ ആണെങ്കിൽ എന്തുണ്ടാവും, അത് 0 ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. പാരിറ്റി P ഈക്വൽ ടു 0 ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. 8 ബിറ്റിൻ്റെ റിസൾട്ട് 38H00111000. ഇതിൽ എത്ര 1 ഉണ്ട്, 3 1 വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് സമയത്ത് ഇത് എന്താണ്, ഓഡാണ് വരുന്നത് അല്ലേ, ഓഡ് നമ്പേഴ്സാണ് വരുന്നത്. അങ്ങനെയാണ് സമയത്ത് പാരിറ്റി ഫ്ലാഗിൽ 0 ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിളിൽ നോക്കിയേ, ഓഡ് വൺസിൻ്റെ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് വരുന്നത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സാണ് വരുന്നത്. അങ്ങനെയാണ് സമയത്ത് P എന്തുണ്ടാവും, 1 ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആയില്ലേ? അടുത്തത് ക്യാരി ഫ്ലാഗ് CY. Carry is generated when the performing a bit operation and result is more than n bit, then CY equal to 1, otherwise 0. ഇപ്പോൾ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 87Hഉം 79H തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 87Hൻ്റെ ബൈനറി കോഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 10000111. 79Hൻ്റെ എന്താ കൊടുത്തിരിക്കുന്നത്, 0111100 കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യുക, അഡീഷൻ നടത്തുകയാണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരിക, റിമൈൻഡർ 1 വരും. അപ്പോൾ പിന്നെ 1 1 ആവുന്ന സമയത്ത് 0 വരും, റിമൈൻഡർ 1 വരും. 1 0 വരും, റിമൈൻഡർ 1 വരും, 0 വരും. അപ്പോൾ അതുകൊണ്ടായി തേർഡ് ബിറ്റായി അല്ലേ, അതിലെ 0
1 2 3 പറഞ്ഞിട്ട് ആ സ്പേസ് ആയാലും. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് എന്ത് ചെയ്യുക, റിമൈൻഡർ വരുന്ന സമയത്ത് നേരെ അത് അങ്ങോട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് എന്ത് ചെയ്യും, ക്യാരി ഫോർവേഡ് ചെയ്യും അല്ലേ. അങ്ങനെ സമയത്ത് ക്യാരി ഫ്ലാഗ് എന്താവും 1 ആയിട്ട് സെറ്റ് ചെയ്യും. തേർഡ് ബിറ്റിൽ അങ്ങനെ വന്നില്ലേ, തേർഡ് ബിറ്റിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നേരെ എന്ത് ചെയ്യും, ഫോർത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, എ സി ഫ്ലാഗ് എന്താവും 1 ആയിട്ട്, ആക്സിലറി ക്യാരി ഫ്ലാഗ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, 1 1 0, റിമൈൻഡർ 1 1 1 0, പിന്നെ അടുത്ത റിമൈൻഡർ 1 1 0 വരും. പിന്നെ അവിടെ എന്തുണ്ടാവും, ആ 8 ബിറ്റിൽ എന്തില്ല, ഇതിൻ്റെ റിസൾട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അവിടുന്ന് 1 വരുന്നത് നേരെ അങ്ങോട്ട് ഇടും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഓൾറെഡി 1 ഉണ്ട്, 1 1 0 വരും. അപ്പോൾ അത് 8 ബിറ്റായി. ഇപ്പോൾ 8 ബിറ്റ് ആയ സമയത്ത് എന്തുണ്ട്, ഒരു 1 എന്താണ് റിമൈൻഡർ വന്നു. അപ്പോൾ ഈ സംഭവമാണ് എന്ത് ചെയ്യുക, ക്യാരിയിൽ വരിക. ആ 1 എന്ത് ചെയ്യും, ക്യാരിയിലോട്ട് വരും. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എന്താവും, ഫുൾ വാല്യൂ 0 ആയിരിക്കും വരിക. അങ്ങനെ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസഡ് ഫ്ലാഗ് അല്ലേ. ഇസഡ് ഫ്ലാഗ് ഇസഡ് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ അല്ലേ. ഇസഡ് 0 ഫ്ലാഗ് എന്തുണ്ടാവും, 1 ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം റിസൾട്ട് എന്തുണ്ടാവും, മൊത്തം വാല്യൂസ് 0 വന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്, അവിടെ 0 മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്താണ്, 0 ആണ്. അപ്പോൾ എസ് എന്തുണ്ടാവും, എസ് ഫ്ലാഗ് സൈൻ ഫ്ലാഗ് 0 സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ മൊത്തം 0 ആണ്. പക്ഷേ എന്തുണ്ട്, ഒരു വാല്യൂ റിമൈൻഡർ ഉണ്ടല്ലോ, ആ വാല്യൂ ക്യാരി ഫ്ലാഗിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ക്യാരി ഈക്വൽ ടു 1 നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ക്യാരി CY ആ ക്യാരി ഫ്ലാഗിൽ എന്തുണ്ടാവും, 1 സെറ്റ് ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ. അപ്പം ഇതാണ് ഇതിൻ്റെ മൊത്തം എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലാഗ് രജിസ്റ്ററിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞത് ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഒന്നിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ആണ്, അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം. ഓക്കെ.